സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ലൈനിങ് ബ്ലൗസിൻ്റെ മെയിൻ ടക്ക് അടിക്കണത് എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമുക്കത് ലൈനിങ് ബ്ലൗസിൻ്റെ ടക്ക് 3 രീതിയിൽ നമുക്ക് അടിക്കാം. സാധാരണ അടിക്കുന്ന രീതി കൂടാതെ ഞാൻ 2 രീതി കൂടെ നിങ്ങളെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെ ടക്കിൻ്റെ നമ്മൾ ഈ വീതി മാർക്ക് ചെയ്തേക്കണ ഈ ലൈൻ നമ്മളിങ്ങനെ ഒന്ന് കത്രി കൊണ്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ സെൻട്രൽ ആ പോയിന്റിൽ നിന്ന് ആ സെൻട്രൽ ലൈനിലൂടെ നമ്മൾ താഴേക്ക് അങ്ങറ്റം വരെ നമ്മളങ്ങനെ അടിക്കും. അങ്ങനെ സെൻട്രൽ ലൈനിൽ പോയിന്റിൽ നിന്ന് സെൻട്രൽ ലൈനിൽ നമ്മളിങ്ങനെ അടിക്കണം. അതിനുശേഷം നമ്മളിങ്ങനെ അടിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 2 പീസ് തമ്മിൽ ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വിടുത്തിയെടുക്കണം. കണ്ടോ, ഇങ്ങനെ വിടുത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 മാർക്കുണ്ടല്ലോ, ഈ മാർക്ക് തമ്മിൽ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കണം. ആ മാർക്ക് ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ ആ മാർക്കിലൂടെ നമ്മൾ സാധാരണ അടിക്കുന്ന രീതിയിൽ മാർക്കിലൂടെ അടിക്കണം. അത് കണ്ടോ, ഈ ഭാഗം കണ്ടോ, ഈ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ അടിക്കുക. അതിനുശേഷം നമ്മളിത് വിടുത്തിയെടുക്കുക. കണ്ടോ, ഇതിൻ്റെ ഈ സൈഡ് കണ്ടോ, ഈ സൈഡും ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. കണ്ടോ, ഈ സൈഡ് തുമ്പുള്ളിലാണ്, ഈ സൈഡും തുമ്പുള്ളിലാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അടിക്കാം. ഇതാണ് ഒരു രീതി എന്ന് പറയുന്നത്. ഇനി ഇതിനെ തന്നെ നമുക്ക് മറ്റു രീതിയിൽ ചെയ്യാം. ഇതുപോലെ നമ്മൾ ആദ്യം അടിച്ചതുപോലെ തന്നെ നമ്മളിങ്ങനെ സെൻട്രൽ അടിച്ചു. ഇങ്ങനെ സെൻട്രൽ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം വെടുത്തിയെടുത്ത പോലെ തന്നെ നമ്മൾ വെടുത്തിയെടുക്കണം. ഇങ്ങനെ നമ്മൾ വിടുത്തി വയ്ക്കുക. 2 പീസായി നമ്മളിങ്ങനെ വിടുത്തി വയ്ക്കുക. ഇങ്ങനെ വിടുത്തി വയ്ക്കുക. കണ്ടോ, അതിനുശേഷം നമ്മൾ ഈ മാർക്കിൽ 2 സൈഡിൽ നിന്നുള്ള മാർക്കിൽ നമ്മൾ അടിക്കുക. അവിടുന്ന് നമ്മൾ ഈ മാർക്കിലേക്ക് അടിക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലെ ഇത്ര ഭാഗം നമ്മൾ വെട്ടിക്കളയുക. ഇത്ര ഭാഗം നമ്മൾ വെട്ടിക്കളയുന്നു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒരു പീസ് ഇപ്പുറത്തേക്കായിട്ട് ഒരു പീസ് അപ്പുറത്തേക്കായിട്ട് നമ്മളിങ്ങനെ വയ്ക്കണം. കേട്ടോ, നമ്മൾ 2 രീതിയിലും നമുക്കിതുപോലെ വെച്ചെടുക്കാം. 2 സൈഡും നമുക്ക് ഭംഗിയായിട്ടിരിക്കും. കണ്ടോ, ഈ സൈഡും ഭംഗിയാണ്, ഈ സൈഡും ഭംഗിയാണ്. അപ്പോൾ എങ്ങനെയാണ് ലൈനിങ് ബ്ലൗസിനെ 2 രീതിയിലിട്ടൊക്കെ അടിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് അടിച്ചെടുക്കാനായിട്ട് തുമ്പൊന്നും കാണാതെ അടിച്ചെടുക്കാനായിട്ട് പറ്റുന്ന 2 രീതിയാണ് ഞാൻ കാണിച്ചത്. ഇതതിൻ്റെ നല്ല വശം, ഇത് മാർക്ക് ചെയ്ത വശവും നല്ല വശവും ഒരേപോലെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.